ഹേ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റെസ്യൂമെ ഒരു ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് മൈന്യൂട്ടായിട്ട് വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആവാം നിങ്ങളുടെ റെസ്യൂമെ റിജക്ഷനിലേക്ക് പോകുന്നത്. അപ്പം അത് അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ബേസിക്കലി നിങ്ങളുടെ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങൾ മുന്നേ ചെയ്ത ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതൊന്നുമല്ല. ആക്ച്വലി ഇതല്ലാതെ നിങ്ങൾ വെരി സില്ലി എന്ന് കരുതുന്ന മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് നിങ്ങളുടെ CV ചിലപ്പം റിജക്റ്റഡ് ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പലപ്പോഴും നമ്മൾ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു ജോബിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്കൊരു പെർട്ടിക്കുലർ ചില ആൾക്കാരൊക്കെ ഒരു എയിം വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാനൊരു 10 CV ഫോർവേഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു 20 കമ്പനീസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എയിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പെർട്ടിക്കുലർലി ഒരു മന്തിലേക്കോ അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിലേക്കോ ഉള്ള ഒരു ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ബേസിക്കലി ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മേ ബി അവർക്ക് ഇൻ്റർവ്യൂ കോൾസ് വളരെ കുറവായിരിക്കും. ചില ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കോൾസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഇൻ്റർവ്യൂ കോള് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മളുടെ റെസ്യൂമിനെ, നമ്മളുടെ CVനെ ഇല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ചില സമയത്ത് നമ്മളൊരു കമ്പനിയുടെ ജോബ് വേക്കൻസി കണ്ടു, അതിൽ കൊടുത്തിരിക്കുന്ന റിക്വയർമെൻറ്റ്സുമായിട്ട് 100% നമ്മളുടെ CV ഇല്ലെങ്കിൽ നമ്മളുടെ റെസ്യൂമെ മാച്ചായിട്ട് വന്നാൽ പോലും മേ ബി നമ്മൾക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അതിന് റീസൺ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ടാകാം. അതിൽ കുറച്ച് റീസൺസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും നമ്മൾ CV ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ റെസ്യൂമിന് നമ്മൾ കൊടുക്കുന്ന ഒരു നെയിമുണ്ട്. ചില ആൾക്കാർ റെസ്യൂം എന്ന് കൊടുക്കും, ചില ആൾക്കാർ അവരുടെ പേര് കൊടുക്കും, ചില ആൾക്കാർ എവിടെ നിന്നാണോ CV പ്രിപ്പയർ ചെയ്തത്, മേ ബി സെൽഫായിട്ട് ഓൺലൈനിൽ നിന്നായിരിക്കും CV പ്രിപ്പയർ ചെയ്തത്. ചില ആൾക്കാർ മേ ബി ഏതെങ്കിലും മാർക്കറ്റിംഗ് ലൈക്ക് CV പ്രിപ്പയർ ചെയ്ത് തരുന്ന ആൾക്കാരുടെ അടുത്ത് കൊടുത്തിട്ടായിരിക്കും CV പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അവരുടെ കമ്പനിയുടെ നെയിം വെച്ചിട്ടായിരിക്കും അതിനൊരു ഫയൽ നെയിം കൊടുക്കുക. അപ്പം നമ്മളുടെ റെസ്യൂമെ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആ ഫയലിന് നമ്മൾ കൊടുക്കുന്ന നെയിമാണ്. അത് ഒരിക്കലും റെസ്യൂമേന്നോ നമ്മളുടെ പേര് മാത്രമായിട്ടോ ഇല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത കമ്പനിയുടെയോ ഇല്ലെങ്കിൽ മേ ബി നമ്മൾ ഫയൽ സേവ് ചെയ്യാനുള്ള എളുപ്പത്തിന് 1 2 3 ABC ജസ്റ്റ് ഇല്ലെങ്കിൽ റഫ്ലി കിട്ടുന്ന ലെറ്റേഴ്സൊക്കെ എൻ്റർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പേര് കൊടുക്കുക. അതൊരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഏത് ഡെസിഗ്നേഷൻസിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് വിത്ത് നമ്മുടെ നെയിമാണ് ആ ഒരു റെസ്യൂമിന് ഫയൽ നെയിമായിട്ട് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് മൈ നെയിം ഈസ് അനു ആൻഡ് ഐ എം അപ്ലൈങ് ഫോർ ദ പൊസിഷൻ ഓഫ് HR മാനേജർ. സോ ഞാൻ ഡെഫിനറ്റ്ലി ആ ഒരു ഫയലിൻ്റെ നെയിം, നമ്മളുടെ റെസ്യൂമിൻ്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് എൻ്റെ ഫുൾ നെയിം പ്ലസ് HR മാനേജർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ആയിരിക്കും. ബിക്കോസ് ഒരു റിക്രൂട്ടർ അത് നോക്കുന്ന സമയത്ത് ഓക്കെ അവർക്ക് HR മാനേജറുടെ വേക്കൻസി ആണോ ഉള്ളത്, ആ വേക്കൻസിയിലോട്ട് ഞാൻ എൻ്റെ റെസ്യൂം ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റെസ്യൂമിൻ്റെ പേര് അനു HR മാനേജർ, ഫുൾ നെയിം എപ്പോഴും നമ്മൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫുൾ നെയിം ഞാൻ കൊടുത്തതിന് ശേഷം HR മാനേജർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ ഫയൽ അറ്റ്ലീസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാനുള്ള പോസിബിലിറ്റി എങ്കിലും അവിടെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ ഫസ്റ്റ് തിങ് എന്ന് പറയും. കാരണം ആ CV അവരുടെ മുന്നിലെത്തുമ്പോൾ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ മോർ ദാൻ 100 200 300 CVs ഒക്കെ അവർക്ക് അറ്റ് എ ടൈമിൽ കിട്ടും. അതിൽ നമ്മളുടെ CV ഒന്ന് വേറിട്ട് നിന്ന് നമ്മളുടെ CV ഒന്ന് ഓപ്പൺ ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മുടെ റെസ്യൂമിലെ നെയിം, ഫുൾ നെയിം പ്ലസ് ആ പ്രോപ്പർ ഡെസിഗ്നേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഓഫ് കോഴ്സ് ആ ടൈമിൽ ആ റിക്രൂട്ടർ ചിന്തിക്കുക ഓക്കെ സെയിം എക്സ്പീരിയൻസിലുള്ള ഒരു CV ആണ്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഓപ്പൺ ആക്കി നോക്കാം എന്നൊരു ചിന്ത അവിടെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നെയിം എപ്പോഴും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്,
ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവരത് പല രീതിയിൽ അഡ്വർടൈസ് ചെയ്യും. ലൈക്ക് ലിങ്ക്ഡിനിൽ അഡ്വർടൈസ് ചെയ്യും, നൗക്കറിയിൽ, ഇൻഡീഡിൽ, ദെൻ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ജോബ് വേക്കൻസി ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവർക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേജസ് ഉണ്ട്. ദെൻ ഇങ്ങനെയുള്ള ഇനി അവരുടെ റെഫറൻസിൽ ഇല്ലെങ്കിൽ അവരൊരു കമ്പനിയുടെ പേരിൽ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കമ്പനിയിലുള്ള എംപ്ലോയീസിനെ കൊണ്ട് തന്നെ അത് സ്റ്റാറ്റസ് ആക്കിക്കുകയും അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യിക്കും. ഇല്ലെങ്കിൽ ജോബ് പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ അവർ അറ്റ് എ ടൈമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഫോർവേഡ് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മോർ ദാൻ അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും റെസ്യൂംസ് അറ്റ് എ ടൈമിൽ അവർക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പം സെക്കൻഡ് പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മെയിൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇൻഡീഡിലോ ലിങ്ക്ഡിനിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല. ബട്ട് നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾ 100% ഏത് പൊസിഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി അതിൽ പറഞ്ഞിരിക്കണം. ചിലപ്പോൾ അവർക്ക് അറ്റ് എ ടൈമിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും, മേ ബി മോർ ദാൻ 2 or 3 or 4 വേക്കൻസീസ് ഉണ്ടാവും. അപ്പം ഏത് ഡെസിഗ്നേഷൻസിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. വെറുതെ നിങ്ങൾ പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ് മൈ CV എന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കി നോക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പ്രോപ്പറായിട്ട് ഇന്ന ഡെസിഗ്നേഷൻസിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് ഓപ്പൺ ചെയ്ത് നോക്കും. ഒരു റിക്രൂട്ടർ എപ്പോഴും ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പം സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ CV മെയിൽ ചെയ്യുന്നത് ആ സമയത്ത് നമ്മളുടെ ഡെസിഗ്നേഷൻ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമെയിൽ ID ആണ്. നമ്മളുടെ ഇമെയിൽ ID എപ്പോഴും ഒരു പ്രൊഫഷണൽ വേയിലൂടെ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇമെയിൽ ID ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ആ ഇമെയിൽ ID തന്നെ ആയിരിക്കും നമ്മൾ പിന്നീടുള്ള കാലങ്ങളിലെല്ലാം ഫോളോ ചെയ്ത്, ലൈക്ക് അതിൽ നിന്നായിരിക്കും നമ്മളുടെ ജോബ് ആപ്ലിക്കേഷനോ ഇല്ലെങ്കിൽ നമ്മുടെ ജോബിനൊക്കെ പോകുമ്പോഴായാലും ഇല്ല ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ അത് തന്നെയായിരിക്കും വെച്ച് മുന്നോട്ട് പോവുക. ആ സമയത്ത് അതൊരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ ID ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളുടെ റെസ്യൂമിന് റിജക്ഷൻ ആവും. ബിക്കോസ് ഇപ്പം ഞാനൊരു കുറച്ച് ഡേയ്സിനുള്ളിൽ കുറച്ച് റെസ്യൂംസ് റെഫർ ചെയ്ത സമയത്ത് അതിൽ ഞാൻ കണ്ടൊരു മെയിൽ ID ആണ്, നമ്മളെ വീട്ടിൽ വിളിക്കുന്ന, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് വീട്ടിൽ വിളിക്കുന്ന ഒരു പെറ്റ് നെയിം വെച്ചിട്ടാണ് ഒരാളൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇമെയിൽ ID നിന്നാണ് എനിക്ക് റെസ്യൂം വന്നിരിക്കുന്നത്. പ്ലസ് അയാളുടെ റെസ്യൂമിൽ കൊടുത്തിരിക്കുന്ന ആഡ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ID എന്ന് പറയുന്നത് സെയിം ഇമെയിൽ ID ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു റിക്രൂട്ടർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ റെസ്യൂം അയച്ചിരിക്കുന്ന ആൾ തീരെ പ്രൊഫഷണൽ അല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ വേക്കൻസി ഇട്ടിരിക്കുന്ന ആ ഒരു, ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ഉള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മുടെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു വേക്കൻസി ആവാം. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസിയിലോട്ട് ഇങ്ങനെ ഇത്രയും ഒരു സിമ്പിളായിട്ട് ഇല്ലെങ്കിൽ വെരി സില്ലി ആയിട്ടുള്ള ഇല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ ID വെച്ചിട്ട് ഒരാൾ ഇമെയിൽ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ റിക്രൂട്ടറുടെ മനസ്സിലൂടെ ഇല്ലെങ്കിൽ അയാൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് പോകുന്ന ഒരു കാര്യമാണ്, ഓക്കെ ഈ കാൻഡിഡേറ്റ് തീരെ പ്രൊഫഷണൽ അല്ല, അതുകൊണ്ട് അതൊരു റിജക്ഷൻ ഫോൾഡറിലേക്ക് പോകും നിങ്ങളുടെ റെസ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇമെയിൽ ID പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും വെരി പ്രൊഫഷണൽ ആകുക. നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരോ ഇല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർത്തിട്ടുള്ള പേര് ഇമെയിൽ ID ആകാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഇമെയിൽ ID എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ വേയിൽ ആയിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ coolguy@gmail.com ഇല്ലെങ്കിൽ rocky@gmail.com. റോക്കി ഇപ്പോൾ അയാളുടെ പേരാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതല്ല rocky@gmail.com എന്നൊക്കെ കൊടുക്കുന്നതിനൊക്കെ പകരമായിട്ട് ഇല്ലെങ്കിൽ നമ്മളുടെ vava@gmail.com, vavakunj@gmail.com എന്നൊക്കെ പറഞ്ഞ് ഞാൻ റെസ്യൂമിൽ കണ്ടിട്ടുണ്ട് ഇമെയിൽ ID ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇമെയിൽ ID ഒക്കെ കൊടുക്കുന്നതിന് പകരം എപ്പോഴും നമ്മളുടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി സെയിം പ്രൊഫഷനിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ഇപ്പം നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത പോലെ നമ്മൾ HR-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇല്ലെങ്കിൽ നമ്മളൊരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഫഷനൊക്കെ ചേർത്തിട്ട് നമ്മളുടെ ഒഫീഷ്യൽ ഇമെയിൽ ID പ്രിപ്പയർ ചെയ്യുവാണ്. ദെൻ ഒരു നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്.
ഇപ്പോൾ നമ്മളുടെ റെസ്യൂം എത്രത്തോളം മാച്ചിങ് ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൽ പ്രോപ്പർ അല്ല, ഇല്ലെങ്കിൽ മിസ്സിങ് ആണ്, ഇല്ലെങ്കിൽ റോങ് ആണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച്, ഇല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ UAE-ലൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ വിസിറ്റിന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് CV-യുടെ പ്രിൻ്റ് ഔട്ട്സ് എടുത്തോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മേ ബി അവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും ഒരു ഫോൺ നമ്പർ കിട്ടുക. അപ്പോൾ അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത CV-യിൽ ചിലപ്പോൾ നാട്ടിലത്തെ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇനി അതല്ല, നമ്മൾ പല റിക്രൂട്ടേഴ്സും പല ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വേക്കൻസീസ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ആ ഗ്രൂപ്പുകളിൽ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ ജോബിന് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നാട്ടിലത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും റിക്രൂട്ടർ ബൈ മെയിലായിട്ട് ഇൻ്റർവ്യൂ എടുക്കാനോ, മീൻസ് ഇൻ്റർവ്യൂ എപ്പോഴും ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് കോളാണ്. ആ കോളിൽ അവർ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു സെക്കൻഡ് റൗണ്ട് അവർ ഷെഡ്യൂൾ ചെയ്ത്, ആ ഷെഡ്യൂൾ ചെയ്യുന്ന മേ ബി ഓൺലൈൻ ആണെങ്കിലും വലിയ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിലും എപ്പോഴും നോർമലി ആ ഒരു ഷെഡ്യൂൾ ചെയ്യുന്നത് അവർ ഫോർവേഡ് ചെയ്യുന്നത് ബൈ മെയിൽ ത്രൂ ആയിരിക്കും. നോർമലി ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ തരുന്നത് ബൈ മെയിൽ ത്രൂ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ മിസ്സിംഗ് ആയിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ഇല്ലെങ്കിൽ നാട്ടിലെ നമ്പറാണ് ഇവിടെ ജോലി അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ലൈക്ക് നമ്മളുടെ ഫോൺ നമ്പറും മെയിൽ ID-യും ദെൻ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൊക്കേഷൻ കൊടുത്തിരിക്കണം, പ്രോപ്പറായിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൊടുത്തിരിക്കണം, പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ ID-യും കൊടുത്തിരിക്കണം. അപ്പം ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആ ഒരു റിക്രൂട്ടർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വേ ആണത്. അപ്പോൾ ഒരിക്കലും ഇപ്പം നാട്ടിൽ നിന്നൊക്കെ CV ഒരുപാട് പ്രിൻ്റ് ഔട്ട്, മേ ബി ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിൻ്റ് ഔട്ട് ഒന്നും എടുക്കാനുള്ള എമൗണ്ടും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഫൈനാൻഷ്യലി ചിലപ്പോൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ CV പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരിക. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് ഫോൺ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഒരു വേ ആണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ നാട്ടിലെ നമ്പർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഈവൻ ഒരു പെണ്ണ് കൊണ്ടാണെങ്കിൽ പോലും അതിൽ നിങ്ങളുടെ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ അതിൽ ചേർത്തിരിക്കണം. എങ്കിലാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കോളെങ്കിലും കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല. ഈവൻ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് റൗണ്ടൊക്കെ കിട്ടി, നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണ് ഈ ഡയറക്റ്റ് അല്ലെങ്കിൽ CV ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത്, ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ലൈക്ക് ഡയറക്റ്റ്ലി അവരിങ്ങനെ രാവിലെ ഇറങ്ങി ഒരു ഏരിയ കവർ ചെയ്ത് അവിടെയുള്ള കമ്പനികളിലും ഒക്കെ അവർ CV ഡ്രോപ്പ് ചെയ്യും. ആ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നാട്ടിലെ നമ്പർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ നമ്പർ ഒന്ന് എഴുതിയാണെങ്കിലും അതിലൊന്ന് ആഡ് ഓൺ ചെയ്യുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കൊരു കോള് വരാനുള്ള എപ്പോഴും ഒരു നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം, ഒരു റിക്രൂട്ടർ ഒരിക്കലും ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് മെയിലായിട്ട് അയക്കത്തില്ല. അവരെപ്പോഴും ബൈ കോളായിരിക്കും എടുക്കുക. അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അവർ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഓൾറെഡി അതിൽ റൈറ്റ് ഡൗൺ നാട്ടിലെ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇവിടുത്തെ നമ്പർ ഒന്ന് അതുമേലെ എഴുതാം. ഓക്കെ, നമ്മൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ CV-യിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത്, ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് അതിലെ ഫോൺ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോൺ സൈസും ഒരു ഫോണ്ടും കീപ്പ് ചെയ്യുക. പല ഫോൺ സൈസിൽ പല ഫോണ്ടുകളിൽ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് അതൊരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഫോണ്ട് സൈസുകളും ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും ഓരോ ഹെഡിങ്സിനും ചിലപ്പോൾ ബോൾഡായിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന് എല്ലാ ഒരു ഹെഡിങ്സിനും സെയിം ഫോണ്ട് സൈസ് തന്നെ കൊടുക്കുക. അതിൽ റൈറ്റ് ഡൗൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സെയിം ഫോണ്ട് തന്നെ യൂസ് ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അല്ലാത്ത വരുന്ന പക്ഷം അതൊരു അൺപ്രൊഫഷണൽ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ CV എപ്പോഴും ഒരു കസ്റ്റമൈസ്ഡ് ആയിരിക്കുക. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സെയിൽസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്.
ഗ്രാജ്വലി നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് പല ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു HR എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലപ്പോൾ അഡ്മിനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും, ദെൻ അഗെയിൻ ഒരു സെയിൽസിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ CV എപ്പോഴും ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ CV എപ്പോഴും കസ്റ്റമൈസ്ഡ് ആയിരിക്കുക. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ HR അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടും ആ CVയുടെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഏത് പ്രൊഫഷനാണെന്നുള്ളതും കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ HR അപ്ലൈ ചെയ്യുമെങ്കിൽ ഏത് ഡെസിഗ്നേഷനിലാണോ വർക്ക് ചെയ്യുന്ന HR മാനേജർ ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി അതേ സെയിം CV നിങ്ങൾ സെയിൽസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ആ നെയിം ചേഞ്ച് ചെയ്ത് സെയിൽസ് എന്നുള്ള അല്ലെങ്കിൽ സെയിൽസ് കോർഡിനേറ്ററോ സെയിൽസ് മാനേജറോ വോട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു കൺസേൺ പേര് കൊടുക്കുക. ഒരിക്കലും ഒരു സെയിൽസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലേക്ക് HR CV അയക്കാതിരിക്കുക. HR അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെയിൽസിൻ്റെ CV അയക്കാതിരിക്കുക. അപ്പം ഏത് വേക്കൻസിയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ എക്സ്പീരിയൻസ് ആയിരിക്കണം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഈവൻ ആ ഒരു റെസ്യൂമിൻ്റെ നെയിം പോലും എപ്പോഴും ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷൻ്റെ പേരായിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് HR വേക്കൻസിയിലേക്ക് റിക്രൂട്ടർ വന്ന റെസ്യൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെയിൽസ് കോർഡിനേറ്റർ എന്നുള്ള പൊസിഷനാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അവർ ബാക്കിയൊന്നും നോക്കാൻ നിൽക്കത്തില്ല. നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടോ, HR എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊന്നും അവർ നോക്കാൻ നിൽക്കത്തില്ല. അത് ഓഫ് കോഴ്സ് റിജക്റ്റഡ് ആകും. പിന്നെ നിങ്ങളുടെ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒരുപാട് കൊടുക്കാതിരിക്കുക. ബേസിക്കലി പേഴ്സണൽ ഇൻഫർമേഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് എന്താണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് നാഷണാലിറ്റിയാണ്, ദെൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ വിസിറ്റിലാണെങ്കിൽ വിസിറ്റ് എന്ന് എക്സ്പയർ ആകും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ചില ആൾക്കാർ റെസ്യൂമിൽ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കും, ദെൻ നാട്ടിലെ ഫോൺ നമ്പർ കൊടുക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എന്താണെന്നുള്ളത് കൊടുക്കും. പാസ്പോർട്ട് നമ്പർ ഏതാണ്, അത് എക്സ്പയർ ആവുന്ന ഡേറ്റ്. ബേസിക്കലി അതൊക്കെ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. പക്ഷേ ഇതുപോലെയുള്ള അൺവാണ്ടഡ്, നിങ്ങളുടെ റിലീജിയൻ ഏതാണ്, ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റെസ്യൂമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ സമ്മറി കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഏതാണ് നമ്മളുടെ പ്രോപ്പർ ഫീൽഡ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 4 to 5 ലൈൻസ് വരുന്ന ഒരു ബേസിക് സമ്മറി ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ഒരു HR റിക്രൂട്ടർ വായിച്ചു നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ സമ്മറി എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ നിങ്ങളുടെ ഫോട്ടോ, ഇപ്പോൾ 80s ഫ്രണ്ട്ലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ റീഡ് ആവില്ല. അപ്പം പക്ഷേ ഇൻ മൈ എക്സ്പീരിയൻസ് ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബിക്കോസ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് ഒരു റെസ്യൂം ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഇത് ജെന്യുവൻ ആയിട്ടുള്ള CV ആണ്, ഓക്കെ ഇതാണ് കൺസേൺ പേഴ്സൺ എന്ന് അവർക്ക് തോന്നും. അപ്പോൾ എപ്പോഴും ടു ബി വെരി ഓപ്പൺ, എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഫോട്ടോയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ റെസ്യൂമിൽ. അപ്പോൾ പക്ഷേ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് സെൽഫി എടുത്ത ഫോട്ടോസ്, അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഫോട്ടോസ്, അങ്ങനെയുള്ള ഫോട്ടോസൊന്നും ആഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഇല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൈൻഡ് ഓഫ് ഫോട്ടോ ആണ് നമ്മളെപ്പോഴും നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കുറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ CV ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ റെസ്യൂമിലുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ആ കമ്പനി ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു കമ്പനി അവരുടെ ജോബ് വേക്കൻസി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് അതിലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസ്, ആ കൺസേൺ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന കീവേഡ്സുമായിട്ട് നമ്മളുടെ ജോബിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാച്ച് ആവുന്ന രീതിയിൽ കീവേഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 70% എങ്കിലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോള് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഒരു റിക്രൂട്ടർ അത് ക്രോസ് മാച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഈ റെസ്യൂമിൻ്റെ ഇയാൾ ഈ കൺസേൺ പേഴ്സൺ കാൻഡിഡേറ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറെക്കുറെ മാച്ചിങ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇൻ്റർവ്യൂ കോള് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ 80s ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഇങ്ങനെയുള്ള കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ റെസ്യൂം ഫിൽട്ടർ ചെയ്യുക.
അതുകൊണ്ട് തന്നെ കീവേഡ്സിന് അവിടെ വെരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കീവേഡ്സ് നിങ്ങൾ എപ്പോഴും ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു, ആ കസ്റ്റമൈസേഷൻ ഈ ഒരു കാര്യങ്ങളും കൂടി അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കീവേഡ്സ് എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഏകദേശം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ജോലി അന്വേഷിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് അല്ല. ഞാനൊരു റിക്രൂട്ടറുടെ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ റിജക്റ്റ് ചെയ്ത CVs ഇല്ലെങ്കിൽ എനിക്ക് വന്ന CVസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. ഒരു റിക്രൂട്ടറുടെ സ്ഥാനത്തിരിക്കുന്ന ഏറെക്കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് റിജക്ഷൻസും ഇൻ്റർവ്യൂ കോൾസും ഒക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ CV റെസ്യൂം ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക. ദെൻ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെസ്യൂമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുക. ആ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടി നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് അവർ കാണത്തുള്ളൂ. അതല്ലാത്ത പക്ഷം എപ്പോഴും നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന റെസ്യൂമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഇൻ്റർവ്യൂവിന് ഒരു കോളോ ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കുറേയൊക്കെ ശ്രദ്ധിക്കുക റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നിങ്ങളുടെ റെസ്യൂമിന് ഇപ്പോൾ UAE ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഇപ്പം നോർമലി എല്ലാവരും വെക്കുന്നത് ഇംഗ്ലീഷ്, മലയാളം, ദെൻ ഇപ്പോൾ തമിഴ് അറിയാമെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി, ഇതൊക്കെയാണ് എല്ലാവരും വെക്കുക. നിങ്ങൾ UAE വന്നു കഴിയുമ്പം ഇവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിന് തന്നെയാണ്. ഓഫ് കോഴ്സ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻ ബിറ്റ്വീനിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോമൺലി നോക്കിക്കഴിഞ്ഞാൽ മലയാളീസൊക്കെ കൂടുതലാണ് എങ്കിൽ പോലും നമ്മളൊരു പ്രൊഫഷണലിലോട്ട് വന്നു കഴിയുമ്പം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയാണ്. കാരണം മറ്റ് പല നാഷണാലിറ്റീസിനും ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ കേരളം ഒഴികെ വേറെ ഏത് സ്റ്റേറ്റിൽ നിന്നൊക്കെ ആണെങ്കിലും അവർക്ക് ഹിന്ദിയാണ് ഫ്ലുവൻ്റ് ആയിട്ടുള്ളത്. അവരുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹിന്ദി ആവാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഇമ്പോർട്ടൻസ് വരുന്ന ഹിന്ദിയാണ്. അപ്പോൾ പല ആൾക്കാരും ഇപ്പം മലയാളീസിനെ സംബന്ധിച്ച് കോമൺലി എല്ലാവർക്കും ഹിന്ദി വായിക്കാനും എഴുതാനും അറിയാം, പക്ഷെ പറയാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പല ആൾക്കാരും ഹിന്ദി ലാംഗ്വേജ് നമ്മുടെ റെസ്യൂംസിൽ ആഡ് ചെയ്യില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളത് ആഡ് ചെയ്യണം, അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഹിന്ദി ലാംഗ്വേജ് നമ്മൾ അതിൽ ആഡ് ചെയ്തില്ല, ഇംഗ്ലീഷും മലയാളവും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളെങ്കിൽ റിക്രൂട്ടർ ഓഫ് കോഴ്സ് ചിന്തിക്കും ഈ ഒരു കൺസേൺ പേഴ്സണ് ഹിന്ദി ലാംഗ്വേജ് അറിയത്തില്ല. അപ്പം നേരെ അത് റിജക്ഷനിലോട്ട് പോകും. ഇനി നമുക്കറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഹിന്ദി ലാംഗ്വേജ് ആഡ് ചെയ്യുക ലാംഗ്വേജസിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പോൾ അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടി നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്താണ് ഹിന്ദി ലാംഗ്വേജിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഒരു സെക്കൻഡ് ഒരു സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിസ്കഷൻ വരിക. ആ സമയത്ത് നമുക്ക് അറിയത്തില്ലേ എന്നുള്ള കാര്യം അവിടെ ഡിസ്കസ് ചെയ്താൽ മതി. അതില്ലാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അത് വരുത്തിയിരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ റെസ്യൂമിൽ ലാംഗ്വേജിൻ്റെ കൂടെ ഹിന്ദി ലാംഗ്വേജും കൂടെ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏറെക്കുറെ പോയിന്റ്സ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങൾ സില്ലിയാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ CV റിജക്ഷനിലോട്ടായിരിക്കും പോവുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു റെസ്യൂമ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.